അച്ഛനെ ഇവിടെ താമസിപ്പിക്കേണ്ടെന്ന് തന്നെയാ എന്റെയും ആരാധ്യയുടെ അഭിപ്രായം. എനിക്കും ഇവരുടെ അഭിപ്രായത്തോട് യോജിപ്പാ. നീ എന്ത് പറയുന്നു അഖിലേ? അച്ഛനെ ഇവിടെ താമസിപ്പിക്കണം, അതാ എന്റെ അഭിപ്രായം. നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം കേട്ട സ്ഥിതിക്ക് ഇനി ഞാൻ എന്റെ അഭിപ്രായം പറയാം. അഖില പറഞ്ഞതുപോലെ ഇനിയുള്ള കാലം അച്ഛനെ പഞ്ചരത്നത്തിൽ നമ്മുടെ കൂടെ താമസിപ്പിക്കണമെന്നാ എന്റെ അഭിപ്രായം. അതിന് എനിക്കെന്റേതായ കാരണവുമുണ്ട്. നമ്മുടെ അമ്മ ചമഞ്ഞ് കലയമ്മ നമ്മളെ ചതിക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ മറഞ്ഞു നിന്ന് അച്ഛനാ അതെല്ലാം പരാജയപ്പെടുത്തിയത്. ഇപ്പൊ കലയമ്മയും നമ്മളും തമ്മിൽ തെറ്റിയ സ്ഥിതിക്ക് ഇനി അവർ നമ്മളെ ഒരുപാട് ദ്രോഹിക്കും. അതൊന്നും താങ്ങാനുള്ള ശേഷി നമുക്കില്ല. പക്ഷെ അച്ഛനും കൃഷ്ണേട്ടനും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അത് നമുക്കൊരു ബലം തന്നെയാ. കൃഷ്ണേട്ടനെ നമ്മളിവിടെ താമസിപ്പിച്ചിട്ട് നമുക്ക് ഗുണമല്ലാതെ ഒരു ദോഷം ഉണ്ടായിട്ടില്ലല്ലോ. അതുമാത്രമല്ല, അച്ഛൻ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ശ്രമിച്ചു എന്ന് ശ്യാമള അപ്പച്ചി സാക്ഷ്യം പറയുകയും ചെയ്തതല്ലേ. അപ്പൊ പിന്നെ അച്ഛന്റെ ആത്മാർത്ഥതയെ നമ്മൾ അവിശ്വസിക്കേണ്ട ആവശ്യമുണ്ടോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ പഞ്ചരത്നങ്ങൾക്ക് താങ്ങും തണലും ആവാൻ നമുക്ക് നമ്മുടെ അച്ഛനെ വേണം. ഇപ്പൊ നമ്മൾ അച്ഛനെ സ്വീകരിക്കാതെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാ അച്ഛൻ പിന്നെ എങ്ങോട്ട് പോവും? കലയമ്മയുടെ വീട്ടിലേക്കോ? അങ്ങനെ നമ്മൾ ചെയ്താ നാളെ പിറ്റേന്ന് നമ്മുടെ അച്ഛന്റെ മരണവാർത്തയായിരിക്കും പിന്നെ നമ്മൾ കേൾക്കേണ്ടി വരിക. അങ്ങനൊരു പാപഭാരം കൂടി നമ്മളെടുത്ത് തലേ വെക്കണോ? അമൃതേച്ചിയുടെ അഭിപ്രായം അതാണെങ്കിൽ എനിക്ക് സമ്മതം. നമ്മൾ പഞ്ചരത്നങ്ങൾ എന്ത് തീരുമാനം എടുത്താലും അത് ഒറ്റക്കെട്ടായി തന്നെ ആയിരിക്കണം. അച്ഛനെ ഇവിടെ താമസിപ്പിക്കുന്നതില് ഞങ്ങൾക്ക് വിരോധമില്ല. ഇപ്പോഴാ മക്കളെ നമ്മള് യഥാർത്ഥ പഞ്ചരത്നങ്ങളായത്. അച്ഛനും കൃഷ്ണേട്ടനും എന്താ അകത്തേക്ക് കയറാതെ അവിടെ തന്നെ നിന്നളഞ്ഞത്? കയറിയിരിക്കായിരുന്നില്ലേ? കേറി വാച്ച. ഇല്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഇവിടെ താമസിക്കുന്നത് അത് ശരിയല്ല മോളെ. അച്ഛൻ എന്താ ഇങ്ങനെ പറയുന്നേ? ഇപ്പോ എന്ത് പ്രത്യേക സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുള്ളത്? എൻ്റെ മക്കൾക്കിടയിൽ തന്നെ എന്നെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം ഞാനിവിടെ താമസിച്ചാ എങ്ങനെയാ മോളെ ശരിയാവുക? ഞങ്ങൾക്ക് അച്ഛനെ കുറിച്ച് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. മോളെ, അത് മോള് മാത്രം പറഞ്ഞാൽ പോരല്ലോ. അച്ഛനെ എങ്ങോട്ടും പോവാൻ ഞങ്ങൾ വിടില്ല. ഇന്നു മുതൽ ഈ വീടിന്റെ നാഥനായി, ഞങ്ങളുടെ എല്ലാം സ്വന്തം അച്ഛനായി അച്ഛൻ ഇവിടെ ഉണ്ടാവണം. നിങ്ങളുടെയൊക്കെ നാവിൽ നിന്ന് ഇങ്ങനൊരു വാക്ക് കേൾക്കാൻ ഞാൻ എത്രമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടെന്നറിയോ? പക്ഷേ നിങ്ങളുടെ മക്കളെല്ലാവരും ഒരുപോലെ സ്നേഹിച്ചാൽ മാത്രമേ ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമുള്ളൂ. ഞാൻ നിങ്ങളോട് ചെയ്തു വെച്ച കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ എന്നോട് കാണിക്കുന്ന ഈ അകൽച്ചയ്ക്ക് ഞാൻ ആരെയും കുറ്റമൊന്നും പറയുന്നില്ല. മക്കളുടെ സ്നേഹത്തിന് ഒട്ടും അർഹതയില്ലാത്തവനാ ഞാൻ. എന്റെ മോള് എന്നോട് ഇവിടെ നിന്ന് ഊണ് കഴിച്ചിട്ട് പോകാൻ പറഞ്ഞില്ലേ? ആ ക്ഷണം പോലും സ്വീകരിക്കാൻ അവകാശമില്ലാത്ത ഒരുത്തനാണ് ഞാനെന്ന് എന്റെ മനസ്സാക്ഷി തന്നെ എന്നോട് പറയുക.
പോലെ മറന്നു കളയണം. എല്ലാം മായ്ച്ചു കളഞ്ഞ് ഒരു വെള്ളക്കടലാസ് പോലെ സുന്ദരമായിരിക്കണം ഇനി അങ്ങോട്ടുള്ള ഞങ്ങളുടെ അച്ഛന്റെ ജീവിതം. ഇവിടുന്ന് പോയാലും അച്ഛനെ നരകത്തിലേക്ക് തന്നെയല്ലേ ചെന്ന് കയറേണ്ടത്. വീണ്ടും അവിടെ ചെന്ന് കലയമ്മയുടെ മഹേന്ദ്രന്റെ പീഡനങ്ങൾ ഏറ്റുവാങ്ങാൻ അച്ഛൻ ഇനിയും ത്രാണിയുണ്ടോ? എന്റെ അനിയത്തിമാർക്ക് വേണ്ടി ഞാൻ പറയാ, അച്ഛൻ എങ്ങോട്ടും പോകുന്നില്ല. നിങ്ങൾ പഞ്ചരത്നങ്ങൾ എല്ലാവർക്കും സമ്മതമാണെങ്കിലേ ഞാനിവിടെ നിൽക്കുന്നുള്ളൂ. അച്ഛൻ വാ, ഞങ്ങളല്ലേ വിളിക്കുന്നത്. വാ അച്ഛാ. കണ്ണേ ആരാരോ കനിയേ ആരാരോ നിറവേ ആരാരോ തന്നെ നാനേ ആരാരോ കണ്ണേ ആരാരോ കനിയേ ആരാരോ നിറവേ ആരാരോ തന്നെ നാനേ ആരാരോ. ആ കൃഷ്ണേട്ടൻ എന്താ അവിടെ നിന്നളഞ്ഞ്? കേറി വാ. ഇവിടുത്തെ എന്റെ വേഷം കഴിഞ്ഞു മോളെ. ചന്ദ്രൻ സാറിന്റെ പ്രതിപുരുഷനായി നിങ്ങൾക്ക് കാവലാളായിട്ടാണ് ഇത്രയും കാലം ഞാൻ ഈ വീട്ടിൽ കഴിഞ്ഞത്. ഇപ്പോ ചന്ദ്രൻ സാർ തന്നെ ഇവിടെ താമസിക്കാൻ വന്നിരിക്കുന്നു. ഇനിയിപ്പോ ഇവിടെ എന്റെ ആവശ്യമില്ല. കൃഷ്ണേട്ടൻ എങ്ങോട്ടും പോകുന്നില്ല. കൃഷ്ണേട്ടനില്ലാതെ ഞങ്ങൾ എങ്ങനെ ഈ പഞ്ചരത്നം ഹോട്ടൽ നടത്തും? കൃഷ്ണ, താൻ എങ്ങോട്ടും പോകുന്നില്ല. നമുക്ക് കൂട്ടുകാരായി മക്കളുടെ കൂടെ ഇനിയുള്ള കാലം അടിച്ചു പൊളിക്കാന്നേ. താനും കയറി വന്നേ. വാ. വാ. കയറിപ്പോയത് ഞങ്ങൾക്ക് ജന്മം തന്ന അച്ഛനാണെങ്കിൽ കൃഷ്ണേട്ടൻ ഞങ്ങളുടെ വളർത്തച്ഛനാ. ഇനിയുള്ള കാലം കൃഷ്ണേട്ടനും ഇവിടെ കഴിഞ്ഞാ മതി. മോളെ വാ. 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 അച്ഛനെ വിളിക്കാം. ഹലോ അമൃതേച്ചി. കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ഏട്ടൻ പറഞ്ഞു. ഒത്തിരി സന്തോഷായി. ഞാൻ അമൃതേച്ചിയെ ഒന്ന് വിളിച്ച് സംസാരിക്കണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. എന്താ അച്ചു? എല്ലാം മെല്ലെ മെല്ലെ നല്ല വഴിക്കായി വരിക. ഇനി ചേച്ചി മുൻകൈ എടുത്ത് ഏട്ടൻ അച്ഛനോടുള്ള വിരോധം കൂടി മാറ്റിയെടുത്താ എല്ലാം നന്നാവും. നിന്റെ ഏട്ടന് എന്നോടുള്ള വിരോധം ആര് മാറ്റും? എന്താ ചേച്ചി പറയുന്നേ? ഏട്ടന് ചേച്ചിയുടെ എന്ത് വിരോധം? അങ്ങനെ വിരോധം ഉണ്ടായിരുന്നെങ്കിൽ ചേച്ചിയുടെ അച്ഛനെ കണ്ടുപിടിക്കാൻ ഏട്ടൻ ഇങ്ങനെ മുന്നിട്ടിറങ്ങുമായിരുന്നോ? ആ കേസിന് ചേച്ചി രക്ഷിക്കുമായിരുന്നോ? എന്തോ എന്നോടുള്ള അബിയുടെ പെരുമാറ്റത്തില് എനിക്ക് നല്ല വ്യത്യാസം തോന്നുന്നുണ്ട് അച്ചു.
സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയ സമയത്ത് എന്നോടൊന്ന് മിണ്ടാൻ പോലും നിൽക്കാതെ പെട്ടെന്ന് പോന്നു. ഇപ്പൊ വിളിച്ചിട്ടും കിട്ടുന്നുമില്ല. എന്നെ ഇങ്ങോട്ട് വിളിച്ചുമില്ല. ഈ അമൃതേച്ചിയുടെ ഒരു കാര്യം കൊച്ചു പിള്ളേരെക്കാളും കഷ്ടമാണല്ലോ. രാത്രി മുഴുവൻ ഉറങ്ങാതെ ആകെ ക്ഷീണിച്ച ഏട്ടൻ വന്നത്. അതുകൊണ്ടാവും അവിടുന്ന് പെട്ടെന്ന് ഇങ്ങ് പോകുന്നത്. ആ, അവിടെ ഉണ്ടോ? ഒന്ന് ഫോൺ കൊടുക്കുവോ? മുറിയിലുണ്ട്. ഉറക്കമാണെന്നാ തോന്നുന്നത്. എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ. ചേച്ചി ഒന്ന് ഹോൾഡ് ചെയ്യ്. ഇപ്പൊ കിടന്നതേ ഉള്ളൂ. പക്ഷേ ഉറക്കം പിടിച്ചു എന്നാ തോന്നുന്നേ. ഞാനൊന്ന് വിളിച്ചു നോക്കാം. ആച്ചു, വേണ്ട, വിളിക്കണ്ട. ഉണരുമ്പോ എന്നൊന്ന് വിളിക്കാൻ പറഞ്ഞാ മതി. ശരി, ഞാൻ പറയാം ചേച്ചി. അച്ചു, മറക്കാതെ പറയണേ. ഒരു ടെൻഷനും വേണ്ട, ഉറപ്പായി ഞാൻ പറഞ്ഞേക്കാം. തിരിച്ചു വിളിപ്പിച്ചിരിക്കും പോരെ? ശരി. ഏറ്റവും സ്നേഹിക്കുന്നവരും വിശ്വസിക്കുന്നവരും നമ്മളെ മനസ്സിലാക്കാതിരിക്കുന്നത് പോലെ ഒരു വേദന ഈ ലോകത്ത് വേറെ ഉണ്ടാവില്ല. അതാ അമൃത എന്നോട് ചെയ്തത്. ഞാൻ ഏറ്റവും വെറുക്കുന്ന ആക്ക അവൾ അഭയം നൽകിയത്. അയാളെ ഞാൻ അത്രത്തോളം വെറുക്കുന്നത് എന്തൊക്കെ വേദനകൾ അനുഭവിച്ചിട്ടാണെന്ന് അവൾക്ക് നന്നായിട്ടറിയാം. എന്നിട്ടും ഒരുപക്ഷെ മറ്റാരെങ്കിലും ഈ തെറ്റ് ചെയ്തിരുന്നെങ്കിൽ പോലും ഞാൻ ചിലപ്പോൾ ക്ഷമിച്ചേനെ. പക്ഷെ എൻ്റെ അമൃത തന്നെ അവളെന്നെ തോൽപ്പിക്കുകയാണ് ചെയ്തത്. അതും മറക്കാനും പൊറുക്കാനും എനിക്ക് പറ്റുന്നില്ല. താനെന്താടോ എപ്പോ നോക്കിയാലും ഇങ്ങനെ മൂഡ് ഓഫ് ആയി നിൽക്കുന്നത്? നമ്മൾ എത്ര മറയ്ക്കാൻ ശ്രമിച്ചാലും മനസ്സിലുള്ളതേ പുറത്തു വരൂ സാർ. എല്ലാ തെറ്റുകളും തിരുത്തി ഒരു നല്ല മനുഷ്യനാകാൻ ശ്രമിക്കുമ്പോഴേക്കും കാര്യങ്ങളെല്ലാം നമ്മുടെ നിയന്ത്രണത്തിൽ നിന്ന് കൈവിട്ടു പോയി കഴിഞ്ഞു. എന്നെ ഇവിടെ സംരക്ഷിക്കുന്നത് എന്റെ മകന്റെ ഭാര്യയാകാൻ പോകുന്ന അമൃതമോളാണ്. അവൾ എന്നെ കൃഷ്ണേട്ടാന്നാണ് വിളിക്കുന്നതെങ്കിൽ പോലും ഒരച്ഛന്റെ സ്ഥാനമാണ് എനിക്കിവിടെ നൽകിയിരിക്കുന്നത്. പക്ഷേ എന്റെ മകൻ അഭിമന്യുവോ, അവൻ എന്നെ കണ്ണിൽ കാണുന്നത് തന്നെ ചതുർത്ഥിയ. ഇപ്പൊ തന്നെ ഞാനിവിടെ തുടരുന്നത് അഭിമന്യു അറിഞ്ഞ അവൻ വലിയ പ്രശ്നമുണ്ടാക്കും. അമൃതമോൾക്ക് അവനൊരു സമാധാനവും കൊടുക്കില്ല. എടോ, താൻ എന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്കെതിരെ കലാവതി ഇവിടെ എന്തെല്ലാം ഉപജാപങ്ങൾ നടത്തി. എന്നെയും എന്റെ മക്കളെയും തമ്മിൽ കണ്ടാൽ മിണ്ടാത്ത അവസ്ഥയിലാക്കിയില്ലേ? എന്നിട്ടിപ്പോ എന്തായി? എനിക്കെതിരെ ഗൂഢാലോചന നടത്തിയ കലാവതി പുറത്തും എന്റെ കുട്ടികൾ ആജന്മ ശത്രുവായി കരുതിയ ഞാനിപ്പോ അകത്തും. കൃഷ്ണ, ഇതാണ് കാലം.
ഒന്നിനോടും കണക്ക് ചോദിക്കാതെ അത് പോയിട്ടില്ല. അപ്പോ കൃഷ്ണ, നമ്മൾ തമ്മിൽ ബന്ധം എങ്ങനെയാ? യാദൃശികമായി കണ്ടുമുട്ടിയവരല്ലേ നമ്മൾ തമ്മിൽ. എങ്ങനെ ഇത്ര വലിയൊരു ആത്മബന്ധം ഉണ്ടായി? അറിയില്ല. അതെ, അറിയില്ല. അത് തന്നെയാ ശരിയായ ഉത്തരം. അറിയില്ല. പക്ഷെ അറിയാത്ത നമ്മളെല്ലാവരെയും കാലം ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ കൂട്ടിക്കെട്ടും. എനിക്ക് എൻ്റെ മക്കളെ തിരിച്ചു കിട്ടാൻ കാരണം അവരുടെ കൃഷ്ണേട്ടനായ നിങ്ങളാ. നിങ്ങളുടെ മകൻ തന്നെയാ എൻ്റെ മകളെ കല്യാണം കഴിക്കാൻ പോകുന്നത്. അത് നമ്മൾ ആരെങ്കിലും കണക്കൂട്ടി ചെയ്താണോ? ഒരിക്കലുമല്ല. കാലം കൃത്യമായി നമ്മളെ രണ്ടുപേരെയും കൂട്ടിമുട്ടിച്ചതാ. എന്തിനാ? നമ്മുടെ മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടി. ഇനി എൻ്റെ അടുത്ത ദൗത്യം എന്താണെന്ന് പറഞ്ഞ, ഈ കുടുംബത്തിലെ ഒരു കാരണവരുടെ സ്ഥാനത്ത് നിന്ന് താനും അഭിമന്യുവും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് മാത്രമാണ്. എനിക്ക് എൻ്റെ കുടുംബത്തെ തിരിച്ചു കിട്ടിയതുപോലെ തനിക്ക് തൻ്റെ കുടുംബത്തെ തിരിച്ചു കിട്ടുവോ കൃഷ്ണ? കൈവിട്ടുപോയ എന്റെ കുടുംബത്തെ തിരിച്ചു കിട്ടുക എന്നതിൽ കവിഞ്ഞ് എനിക്ക് വേറൊരു സ്വർഗവുമില്ല. താൻ വിഷമിക്കണ്ട. തൻ്റെ ആ ആഗ്രഹം ഞാൻ സാധിച്ചു തരും കൃഷ്ണ. ഇതെന്റെ വാക്കാ. ഒരുപാട് നന്ദിയുണ്ട് സാർ. എന്നെ പോലെ ഒരാളെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നതിന്. ഇങ്ങനെ മൊബൈൽ നോക്കിയിരിക്കാതെ TV വെക്ക്. അമൃതേച്ചി നിരപരാധിയാണെന്നും പറഞ്ഞ് അതിൽ ന്യൂസ് വരുന്നുണ്ട്. ഇന്നലെ മുതലേ ഈ വീട്ടിലെ ന്യൂസ് ചാനൽ നിരോധിച്ചു. ആ കാര്യം നീ ഇതുവരെ അറിഞ്ഞില്ലേ? വേറൊന്നും കൊണ്ടല്ല, ന്യൂസ് ചാനലുകളിൽ കയറിയിരുന്ന ഓരോരുത്തര് സത്യത്തിന് നിരക്കാത്ത എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞത്. അനഘേച്ചി പറഞ്ഞത് ശരിയാ. സത്യത്തിൽ അമൃതേച്ചിയെ നമ്മളെയും കുറിച്ച് എല്ലാ കഥകൾ പടച്ചുവിട്ടവന്മാരുടെ മുഖത്തടിക്കാൻ എനിക്ക് തോന്നിയത്. എന്നിട്ട് അമൃതേച്ചി നിരപരാധിയാണെന്ന് അറിഞ്ഞപ്പോ അവന്മാരുടെ ഒരു സഹതാപ തരംഗം അതങ്ങ് കൈ വെച്ചാ മതി. അത് കാണാൻ നമ്മളെയൊന്നും കിട്ടില്ല. എത്ര മാറ്റി പറഞ്ഞാലും ആദ്യം പറഞ്ഞത് തന്നെയാ. അതിനൊരു ഖേദപ്രകടനം നടത്താൻ പോലും ആരും തയ്യാറായില്ലല്ലോ. അതാ മോളെ ഈ ലോകം. ഹലോ സോഫി. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഒരുവിധം സോൾവ് ആയി. ഇന്നാ ശരിക്കും മനസ്സമാധാനം കിട്ടിയത്. നാളെ മുതൽ ഞാൻ ഡ്യൂട്ടിക്ക് കയറും. എന്തായാലും ഞങ്ങൾക്കൊരു പ്രതിസന്ധി ഉണ്ടായപ്പോ വിളിക്കാൻ സോഫി മനസ്സ് കാണിച്ചല്ലോ. താങ്ക് യുടാ. താങ്ക് യു സോ മച്ച്. ഹോസ്പിറ്റലിൽ നിന്ന് സോഫിയ സിസ്റ്റർ. അവർക്കൊക്കെ അമൃതേച്ചിയുടെ കാര്യത്തിൽ നമ്മളെക്കാൾ കൂടുതൽ ടെൻഷനായിരുന്നു. എല്ലാം കലങ്ങി തെളിഞ്ഞ സ്ഥിതിക്ക് മനസമാധാനമായി നാളെ ഹോട്ടൽ തുറക്കണം. പഴയതിനേക്കാൾ നന്നായി നമുക്ക് മുന്നോട്ട് പോണം. അതെ. പിന്നെ നാളെ മുതൽ നീ ഡ്യൂട്ടിക്ക് പോയി തുടങ്ങണം. ഉറപ്പായിട്ടും അമൃതേച്ചി. ഞാൻ ആ കാര്യം ഇപ്പൊ സോഫി സിസ്റ്റർ വിളിച്ചപ്പോ പറഞ്ഞതേ ഉള്ളൂ. നാളെ മുതൽ ഞാൻ ഡ്യൂട്ടിക്ക് കയറും. അതുപോലെ തന്നെ ഒട്ടും വൈകാതെ ആതിരയും ട്രെയിനിങ് ക്യാമ്പിൽ ജോയിൻ ചെയ്യണം. അതോർത്ത് അമൃതേച്ചി ടെൻഷൻ അടിക്കണ്ട. ഇനി ഞാൻ ഹാപ്പിയായി ട്രെയിനിങ്ങിന് പൊക്കോളാം. നല്ല കുട്ടി. ഇനിയെങ്കിലും അമൃതേച്ചിക്ക് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാതിരുന്നാ മതിയായിരുന്നു. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? അല്ല,
അമൃതേച്ചിയുടെ കാര്യത്തില് ഒരു ടെൻഷൻ കഴിയുമ്പോ അടുത്ത ടെൻഷൻ പിന്നാലെ വണ്ടിയും പിടിച്ചു വരുന്നതാ പതിവ്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.